മക്കളെ നമ്മള് പുതിയൊരു ചാപ്റ്റർ 11th ചാപ്റ്റർ. ഓക്കെ, കൺസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കൺസ്ട്രക്ഷൻസ്? ജോമെട്രിയാണ്, ശ്രദ്ധിച്ചു പഠിക്കണം. ഓക്കെ, വരക്കാനും ശ്രദ്ധിച്ചൊക്കെ എടുക്കാൻ ഇഷ്ടമൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാൽക്കുലേഷൻസ് ഒന്നുമില്ല, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പൊ എന്താണ് അവര് പറയാണ്, ഒരു 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. അങ്ങനെ ചോദിക്കുകയാണേ, ഒരു 30 ഡിഗ്രി വരയ്ക്കുക, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്കെയിൽ എടുത്ത് ഒരു ലൈൻ വരച്ചു, ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. പിന്നെ ആരും ഉപയോഗിക്കും? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കും അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? പ്രൊട്രാക്ടർ ഉപയോഗിച്ചുള്ള വരയൊന്നും അല്ലാത്തത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കോ. എന്റെ ആവശ്യം ഒരു 60 ഡിഗ്രി ലൈൻ ഉണ്ടാക്കുക. എന്താണ് ഒരു 60 ഡിഗ്രി? അതിന് ഞാൻ ആദ്യം ഒരു സ്കെയിൽ എടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഞാൻ എന്തായാലും ഇപ്പൊ ഒരു 11 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, 11 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു, സ്കെയിലൊക്കെ മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യാൻ പോവാം? ഇനി എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കുക. 60 ഡിഗ്രി ഉള്ളത് വരയ്ക്കാനാ പറഞ്ഞല്ലേ. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി മക്കൾ ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ചിലര് സൈഡിൽ മാർക്ക് ചെയ്യും, ചിലര് എവിടെ വേണേലും മക്കൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇടഭാഗത്ത് എവിടെയെങ്കിലും ചെയ്ത് പഠിക്കാം. എന്നിട്ട് നിങ്ങളൊരു കോമ്പസ് എടുക്കണം. കോമ്പസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുത്തോ. കോമ്പസിൽ ലെങ്ത് ഒക്കെ എടുക്കാൻ അറിയാലോ. കോമ്പസ് എടുത്തു, കോമ്പസിൽ ലെങ്ത് എടുത്തു, ഇഷ്ടമുള്ള ലെങ്ത് എടുത്തു. എന്നിട്ട് ഈ പോയിന്റിനെ സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സെമി സർക്കിൾ വരയ്ക്കാൻ പോവാം. ചെയ്ത കാര്യങ്ങൾ ഓർത്തോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എത്രയെങ്കിലും നീളമുള്ള. പിന്നെന്ത് ചെയ്തു? കോമ്പസിൽ ഒരു റേഡിയസ് അങ്ങോട്ട് എടുത്തു. കോമ്പസിൽ ഒരു മെഷർമെന്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ കുത്തി നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാ? നമ്മള് ഒരു സെമി സർക്കിൾ വരയ്ക്കാൻ പോവാ. ഓക്കെ, നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കാൻ പോവാം. അപ്പൊ നിങ്ങൾ കോമ്പസ് ഒക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിരുന്ന് വേണം കാണാൻ. വേണ്ടേ? ഞാനൊരു സെമി സർക്കിൾ വരച്ചു. ക്ലിയർ ആണ് മക്കളെ? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, റേഡിയസ് എടുത്ത ആ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, അത് കോമ്പസിൽ നിന്ന് മാറ്റരുത്. ഒരു 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ മക്കൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? നമുക്ക് 60, 120, അതുപോലെ 180, അതുപോലെ 60യുടെ മൾട്ടിപ്പിൾസ് മാർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ലൈൻ വരക്കുക, ഒരു പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ദെൻ അതേ മെഷർമെന്റ് ഉപയോഗിച്ച്, അതായത് കോമ്പസിൽ ഒട്ടും മാറരുത്, കോമ്പസിന്റെ മെഷർമെന്റ് ഒട്ടും മാറാതെ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു മൂലയിലെ അവിടെ കൊണ്ടുവെക്കുക. അവിടെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കണം. ഓക്കെ, അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കണം. ഞാൻ ഈ കോമ്പസ് ഇവിടെ വെച്ച്, ആർക്കിന്റെ പ്രത്യേകത, ആ ആർക്ക് ഈ സർക്കിളിനെ കട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കാൻ പോവാ. അപ്പൊ നിങ്ങളുടെ കോമ്പസിന്റെ ഒരു ടിപ്പ് ഇവിടാണ്. നിങ്ങൾ എവിടാ പിടിച്ചേക്കുന്നത്? ഇവിടാ പിടിച്ചേക്കുന്നത്. ഇതാണ് നടുഭാഗം, ഇവിടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സാധനം. അവിടെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സെയിം റേഡിയസ് വെച്ചൊരു ആർക്ക് വരച്ചു. ഈ ആർക്കും ഈ സർക്കിളിലെ കൂട്ടിമുട്ടിയ പോയിന്റിലെ ആ പോയിന്റിനെയും നമ്മൾ സെന്ററിനെയും ചേർത്ത് വരച്ചാൽ ഇത് ഉറപ്പായിട്ടും ആരായിരിക്കും? ഇതൊരു 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 60 ഡിഗ്രി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇഷ്ടമുള്ള റേഡിയസ് വെച്ചൊരു സെമി സർക്കിൾ വരയ്ക്കുക, അതേ മെഷർമെന്റ് എടുത്ത് കോമ്പസ് ഇവിടെ കുത്തി ഒരു ആർക്ക് വരച്ചു. അപ്പൊ ആർക്ക് എന്ത് ചെയ്യും? സർക്കിളിൽ ഏതോ ഒരു പോയിന്റിനെ ടച്ച് ചെയ്യും. ആ പോയിന്റിനെയും സെന്ററിനെയും കൂടെ ചേർത്ത് വരയ്ക്കുക. ക്ലിയർ ആയോ? നമുക്ക് ചുമ്മാ നോക്കാം നമ്മൾ വരച്ച ശരിയാണോന്ന്. ഞാൻ ഒരു പ്രൊട്രാക്ടർ എടുത്തു, അതിന്റെ സെന്റർ ഇവിടെ വെച്ചു.
നോക്കിക്കേ, 60 ഡിഗ്രി കണ്ടോ? സെന്ററിൽ ആ ലൈൻ വെച്ചു. എത്ര വന്നു? 60 ഡിഗ്രി വരച്ചത് കണ്ടോ? കറക്റ്റ് 60 ഡിഗ്രി കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ 120 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാലോ? 120 ഡിഗ്രി വരയ്ക്കാനാണ് പറയുന്നതെങ്കിൽ കോമ്പസിനെ പിന്നെ എടുത്ത് എവിടെ വെക്കണം? പുതുതായിട്ട് കണ്ടെത്തിയ ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ആർക്ക്, ആ ഓൺ ദി സർക്കിളിലെ പോയിന്റ് അവിടെ വെച്ചു. ഇപ്പോഴും മെഷർമെന്റ് ഒന്നും മാറ്റിയിട്ടില്ല. എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് നമ്മള് ആർക്ക് വരയ്ക്കാൻ പോവാ. ആർക്കിന്റെ പ്രത്യേകത എന്താ? ആർക്ക് സർക്കിളിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തു, മാറ്റി, കോമ്പസ് മാറ്റി വെക്കുക. ഇപ്പൊ കട്ട് ചെയ്ത പോയിന്റിനെ എന്തുമായി കണക്ട് ചെയ്യുക? സെന്ററുമായി കണക്ട് ചെയ്യുക. ഈ പോയിന്റ് ആയിരുന്നു, ഈ പോയിന്റിനെ ഞാൻ സെന്ററുമായി കണക്ട് ചെയ്തു. ശരിയാണോ എന്ന് നോക്കാം. എങ്ങനെ നോക്കും? നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് വന്നൊന്ന് വെച്ച് നോക്കാം. സെന്ററിൽ വെച്ചു. കണ്ടോ മക്കളെ? ആദ്യത്തെ ലൈൻ 60ലും രണ്ടാമത്തെ ലൈൻ 120യും കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താ? അടുത്ത 60യുടെ മൾട്ടിപ്പിൾ ഏതാ? 60, 120, അടുത്തേതാ? 180. 180 കറക്റ്റ് കിട്ടുമെന്നൊന്ന് നോക്കാം. 180 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കോമ്പസിന്റെ ടിപ്പ് കൊണ്ടുവന്ന് ഈ 120യിൽ വെക്കുന്നു. 120യിൽ വെക്കുന്നു. വേണ്ടേ വരച്ചാൽ എന്ത് ചെയ്യും? കണ്ടോ? കറക്റ്റ് ആ സെമി സർക്കിളിനെ തന്നെ ടച്ച് ചെയ്യുന്നുണ്ടോ? കണ്ടോ? ഇവിടെയാണ് ടച്ച് ചെയ്ത്. അപ്പൊ അതിനെയും സെന്ററിനെയും കൂടെ ചേർത്ത് വരച്ചു. എന്ത് പറ്റി? സെമി സർക്കിൾ കിട്ടി. സെമി സർക്കിളിന്റെ ആംഗിൾ എത്ര? 180 അല്ലേ? അപ്പൊ മനസ്സിലായ മക്കളെ? അപ്പൊ 60 ഡിഗ്രിയാണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ കണ്ടോ, ഇത് 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ എന്താ പ്രൊസീജിയർ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അതേ മെഷർമെന്റ് കൊണ്ട് ഏതെങ്കിലും ഒരു എൻഡിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. ആ കിട്ടുന്ന പോയിന്റും സെന്ററും കൂടെ കണക്ട് ചെയ്താൽ അത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഇനി ഇവിടെ പോയിന്റ് ചെയ്തുകൊണ്ട് സെയിം മെഷർമെന്റിൽ വരച്ചാൽ എത്ര കിട്ടും? 120 കിട്ടും. ഇവിടെ കുത്തിക്കൊണ്ട് സെയിം മെഷർമെന്റ് വരച്ചാലോ 180 കിട്ടും. അതായത് 60യുടെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 30 ഡിഗ്രിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യും? 30 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയുടെ ബൈസെക്ടർ ആണ്, അഥവാ 60 ഡിഗ്രിയുടെ നേർപകുതിയാണ്. പഴയ പരിപാടി തന്നെ ഞാൻ ചെയ്യാൻ പോവാം. എന്ത് ചെയ്തു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. കോമ്പസിൽ ഇഷ്ടമുള്ള റേഡിയസ് എടുക്കുന്നു. ഇഷ്ടമുള്ള റേഡിയസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോമ്പസിൽ ഇഷ്ടമുള്ള റേഡിയസ് എടുത്തുകൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. നമുക്ക് സെന്റർ ആദ്യം ഒന്ന് എവിടെ പോയിന്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിനെ പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇതിനെ പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കോമ്പസ് എടുത്തുകൊണ്ട് വന്ന് ഈ പോയിന്റിൽ വെക്കുക. ഓക്കെ, കോമ്പസിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെന്റർ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചു. കോമ്പസിന്റെ ടിപ്പ് കറക്റ്റ് സെന്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, കോമ്പസിനെ വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഒരു സെമി സർക്കിൾ വരയ്ക്കണം അല്ലേ? സെമി സർക്കിൾ വരയ്ക്കാം. അപ്പോ ഇവിടുന്ന് തുടങ്ങും. നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ മതി. സെമി സർക്കിൾ വരച്ചേ. അപ്പൊ എന്തൊക്കെയാ ചെയ്ത്? ഒരു ലൈൻ വരച്ചു. ഒരു സെമി സർക്കിൾ, ഏതോ ഒരു പോയിന്റിനെ സെന്റർ ആക്കിക്കൊണ്ട് സെമി സർക്കിൾ വരച്ചു. കോമ്പസ് മാറ്റി. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് 30 ഡിഗ്രി ആണ് വരയ്ക്കേണ്ടത് അല്ലെ? 30 ഡിഗ്രി വരയ്ക്കാൻ പറ്റുമോ? അറിയില്ല. 60 ഡിഗ്രിയുടെ പരിപാടി നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? അപ്പൊ 30 ഡിഗ്രി വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് 60 ഡിഗ്രിനെ പിടിച്ച് വരച്ചേക്കാം. 60 ഡിഗ്രി എങ്ങനെ വരയ്ക്കുന്നേ? ഈ കോമ്പസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മക്കളെ കാണിച്ചു തരുക. ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റ്, അതായത് നമ്മുടെ സർക്കിളിന്റെ പോയിന്റിന് ഞാൻ സൂം ചെയ്ത് കാണിച്ചതാ. അവിടെ വെക്കാൻ പോവാ.
കണ്ടോ, അതിന്റെ എൻഡ് കറക്റ്റ് ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കാൻ പോവാ. കണ്ടോ, അതിനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ മെഷർമെന്റ് മാറ്റിയോ ഞാൻ കോമ്പസിലെ മെഷർമെന്റ് മാറ്റരുത്, ആർക്ക് വരച്ചു. കണ്ടോ, ഇനി എന്ത് ചെയ്യാം, കോമ്പസ് അങ്ങ് മാറ്റ്. ഈ ആർക്ക് കട്ട് ചെയ്തതും ഈ സെന്ററും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ പോവാ. ഈ പോയിന്റും സെന്ററും കൂടെ കണക്ട് ചെയ്തു. ഇത് എത്ര ഡിഗ്രിയാ മക്കളെ? ഇത് 60 ഡിഗ്രിയാ. 60 ഡിഗ്രി വരയ്ക്കുന്ന പ്രൊസീജിയർ ആയത്. എനിക്ക് ആവശ്യം എന്താ? 30 ഡിഗ്രി. എനിക്ക് ആവശ്യം എന്താ? 30 ഡിഗ്രി. മക്കളെ, അതായത് ഈ 60 ഡിഗ്രിയുടെ നേർപകുതി അഥവാ ആംഗിൾ ബൈസെക്ടർ. ആംഗിളിന്റെ ബൈസെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നേ? മക്കളെ, ലൈൻ ബൈസെക്ടർ എങ്ങനെയായിരുന്നടാ വരച്ചേ? ആലോചിച്ച് നോക്ക്. ലൈൻ ബൈസെക്ടർ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാ? ഒരു ലൈൻ, ആ ലൈന്റെ നേർപകുതിയേക്കാൾ കൂടുതൽ എടുത്തുകൊണ്ട്, ആംഗിളിന്റെ നേർപകുതിയേക്കാൾ കൂടുതൽ എടുത്ത് മുകളിലും താഴെ മാർക്ക് വരയ്ക്കുന്നു. എവിടെ? ഇവിടെ കുത്തി വരയ്ക്കുന്നു. ഇവിടെ പോയിന്റ് ചെയ്തും വരയ്ക്കുന്നു. അപ്പൊ 2 പോയിന്റുകൾ കിട്ടും, അവരെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നു. ഇങ്ങനെയായിരുന്നു ആംഗിൾ ബൈസെക്ടർ വരച്ചത്. അങ്ങനെയാണ് ലൈൻ ബൈസെക്ടർ വരച്ചത്. ആംഗിൾ ബൈസെക്ടർ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് ഇപ്പൊ നമ്മൾ ആ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ കോമ്പസിലത്, അത് കുറച്ചുകൂടി കൂട്ടണം. അതെന്ത് ചെയ്യണം? കുറച്ചുകൂടെ കൂടുതലാക്കണം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ കോമ്പസ് മെഷർമെന്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഈ ആർക്കുണ്ടല്ലോ, ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത്, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടുന്ന് അവിടം വരെയാ? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ അല്ലേ? അഥവാ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്നത്. ഈ എയിൽ കുത്തി 2 ആർക്ക് വരയ്ക്കണം, ബിയിൽ കുത്തി 2 ആർക്ക് വരയ്ക്കണം. നമുക്കൊന്ന് വരക്കാം. ബാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുന്നു. കോമ്പസിലെ മെഷർമെന്റ് ഇപ്പൊ എന്ത് ചെയ്തു? പഴയതിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടി. എവിടാ വെക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അതിനാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. കോമ്പസിന്റെ ടിപ്പ് ഈ എൻഡിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കാൻ പോവാണേ. ആർക്ക് വരയ്ക്കുന്നത് ഈ സൈഡിൽ ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ ഇതേ മെഷർമെന്റ് കൊണ്ട് എവിടെയും വരയ്ക്കുന്നു? ഈ സൈഡിൽ വരയ്ക്കാൻ പോവാം. അപ്പൊ 2 ആർക്ക് വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ കോമ്പസിന്റെ ടിപ്പ് എവിടെ കൊണ്ടുവെക്കണം? ബിയിൽ കൊണ്ടുവെക്കണം അല്ലേ? അപ്പൊ നമുക്ക് ബിയിൽ കൊണ്ടുവെക്കാം. പെർഫെക്റ്റ് ആയിട്ട് വെച്ചോ നോക്കാം. നമ്മുടെ മെഷർമെന്റ് ഒരു ലേശം തെറ്റിയാൽ എല്ലാം തെറ്റിപ്പോകും കേട്ടോ. മെഷർമെന്റ് ഒരു അല്പമെങ്കിലും തെറ്റിയാൽ ഫിഗർ മൊത്തത്തിൽ തെറ്റി. ഇപ്പൊ കണ്ടോ, കറക്റ്റ് പോയിന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഇനി 2 ആർക്ക് വരയ്ക്കുന്നു. ആർക്കിന്റെ പ്രത്യേകത എന്താ? ആ ആർക്ക് ഇച്ചിരി മുമ്പ് വരച്ചവന്മാരെ ഒന്ന് കട്ട് ചെയ്യണം. കോമ്പസ് മെഷർമെന്റ് മാറ്റിയിട്ടില്ല. ഇതിനെ വരച്ചു, പക്ഷെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്തത് ശരിയായില്ല. ഇവിടെ വരയ്ക്കാം. ഇവിടെ വരച്ചു, ഇവിടെ കട്ട് ചെയ്ത് ശരിയല്ലേ? ഇവിടെ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ആർക്കിന് അഥവാ ആദ്യം വരച്ച ആർക്കിന് കുറച്ചുകൂടെ ലെങ്ത് വേണം അല്ലേ? നമുക്ക് ആദ്യം വരച്ച ആർക്കിനെ കുറച്ചുകൂടെ വലുതാക്കി വെക്കാം. പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ എന്ത് പറ്റൂ? നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റൂ. അപ്പൊ ആർക്ക് ലെങ്തിനെങ്ങാനും വല്ല കുറവും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ കോമ്പസ് കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കണം. കണ്ടോ മക്കളെ, നമ്മൾ വരച്ചത് പെർഫെക്റ്റ് ആയതുകൊണ്ടാ അതേ ലൈനിൽ കണ്ടിന്യൂ ചെയ്ത് വന്നില്ലെങ്കിൽ കുറച്ച് മാറി വന്നേന്. ഇപ്പൊ എന്താ? ഇവിടെ ഒരു പോയിന്റ് കിട്ടി. സിമിലർലി ഇവിടെയും ഒരു പോയിന്റ് കിട്ടി. നമുക്ക് ഈ 2 പോയിന്റിനെയും കൂടെ ജോയിൻ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഞാൻ ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുവാണേ, ഇല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ച് വരക്കാൻ പറ്റില്ല. അതാ. അപ്പോ ഈ പോയിന്റിനെ ഈ പോയിന്റുമായി ജോയിൻ ചെയ്തു. ഈ വരച്ചതാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ. നമുക്ക് നോക്കാം, നമ്മൾ വരച്ച മെഷർമെന്റ് ശരിയാണോ എന്ന് നോക്കാം. പ്രൊട്രാക്ടർ എടുത്തൊന്ന് ചുമ്മാ നോക്കിക്കേ. സെന്ററിൽ കൊണ്ടുവച്ചു. ഉണ്ടോ മക്കളെ? ആ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് എവിടെ കൂടെ തന്നെ പോയി? 30 ഡിഗ്രിയിൽ കൂടെ തന്നെ പോയത് കണ്ടോ? അതായത് 30 ഡിഗ്രി കറക്റ്റാ. അപ്പൊ എന്താ ഓർക്കണ്ടേ? നമുക്ക് 60 ഡിഗ്രി ഈസി ആയിട്ട് വരയ്ക്കാൻ അറിയാം. ലൈൻ വരയ്ക്കുന്നു, ഇഷ്ടമുള്ള റേഡിയസ് എടുത്തുകൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു, ദെൻ
അതേ മെഷർമെന്റ് കൊണ്ട് വേണ്ടേ ഈ ടിപ്പിൽ കൊണ്ടുവന്ന് വെച്ച്, ഈ ടിപ്പിൽ വെച്ചുകൊണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ആ ആർക്കും സെന്ററും കൂടെ, ആർക്ക് കട്ട് ചെയ്ത പോയിന്റും സെന്ററും കൂടെ കണക്ട് ചെയ്താൽ 60 ഡിഗ്രി ആയി. 120 കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ വെച്ചിട്ട് ഇവിടെ പുതിയൊരു ആർക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ 120 കിട്ടും. അതായത് അപ്പൊ ഒരു പുതിയ 60 കൂടെ കിട്ടും. ഓൾറെഡി ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടുത്തെ 60 കൂടെ ആകുമ്പോൾ 120. അതാണ് ലോജിക്ക്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യം എത്രയായിരുന്നു? 30 ഡിഗ്രി ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി 60 ഡിഗ്രി വരച്ചു. ദെൻ ഇതിന് ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുന്നത്? പകുതിയിൽ കൂടുതൽ, അഥവാ ഇപ്പൊ നമ്മൾ ആ കോമ്പസിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വാല്യൂ ഇല്ലേ, അതിനെ കുറച്ചും കൂടെ വലുതാക്കുക. എത്ര മാത്രം വലുതാക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രേ. എന്നിട്ട് ഈ എൻഡിൽ കുത്തി 2 ആർക്ക് വരയ്ക്കുക. അതായത് മുകളിലും താഴെയും വരച്ചു. ദെൻ ഈ ആർക്കിൽ കുത്തി മുകളിലും താഴെയും വരച്ചു. സപ്പോസ് ഇന്റർസെക്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ കൊണ്ടുവന്ന് പോയിന്റ് ചെയ്ത് ആർക്കിന്റെ ലെങ്ത് കൂട്ടുക. അപ്പൊ നമുക്ക് ഇന്റർസെക്ട് ചെയ്ത് കിട്ടും. ഇന്റർസെക്ട് ചെയ്തവരെ ചേർത്ത് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പം 30 ഡിഗ്രി ആണെന്ന് നമ്മൾ കൺഫേമും ചെയ്തു. അപ്പോൾ 30 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ കിട്ടിയല്ലോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതുകൂടെ ചെയ്ത് ഇത്രയും മതി. ഇൻട്രോ ക്ലാസ് അല്ലേ. ആദ്യത്തെ വരക്കാൻ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എന്റെ ആവശ്യം 90 ഡിഗ്രി ആണ് കേട്ടോ. എന്റെ ആവശ്യം എന്താണ്? 90 ഡിഗ്രി. അപ്പൊ എന്താ? പഴയതുപോലെ തന്നെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ? സെമി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി കോമ്പസ് എടുത്തു. എത്ര റേഡിയസ്? ഇഷ്ടമുള്ള റേഡിയസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെന്റർ ഫിക്സ് ചെയ്യാം. സെന്റർ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് പോലും മാറരുത്. കണ്ടല്ലോ സെന്റർ ഇവിടെ. ഇത് നമ്മൾ സൂം ചെയ്ത് നോക്കുക കേട്ടോ. സെന്ററിൽ വെച്ചു. ഓക്കെ, സെന്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സെമി സർക്കിൾ വരയ്ക്കാം. സെന്ററിൽ നിന്ന് മാറി സെന്റർ സെന്ററായില്ലേ? സെന്ററായി. നമുക്ക് എന്ത് ചെയ്യാം? സെമി സർക്കിൾ വരക്കാം. അപ്പോ സെമി സർക്കിൾ വരക്കുക. സെന്റർ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ സെമി സർക്കിൾ വരച്ചു. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? 60 ഡിഗ്രി മാർക്ക് ചെയ്യണം അല്ലേ? എങ്ങനെയാ? ഈ എൻഡിൽ, ഈ കോർണറിൽ ഞാനൊന്ന് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ശരിയായിട്ട് വെച്ചേക്കണേ. എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കാൻ പോവാ. വരയ്ക്കുമ്പോ ആർക്ക് എന്ത് ചെയ്തു? അതേ മെഷർമെന്റ് മാറ്റിയിട്ടില്ലെന്ന് ഓർത്തോണം. ആർക്ക് വരയ്ക്കാൻ പോവാണ്. ആർക്ക് വരച്ചു. ആർക്ക് എന്ത് ചെയ്തു? സർക്കിളിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്തു. ഓക്കെ, ഇത് എത്ര ഡിഗ്രിയാ? ഇത് 60 ഡിഗ്രി ആണല്ലേ. തൽക്കാലം നമുക്ക് ഇവരെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് എത്ര? 60 ഡിഗ്രി. എനിക്ക് ആവശ്യം എത്രയാണ്? 90 ഡിഗ്രി വരയ്ക്കാനാണ് ഞാൻ ചോദിച്ചത്. 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 60 ഡിഗ്രിയെ കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് 60 ഡിഗ്രി കഴിഞ്ഞ് ഒരാളെ കൂടെ കണ്ടുപിടിക്കാം. ആരാ? 60 ഡിഗ്രിക്ക് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാവുന്നത് ആരെയാ മക്കളെ? 120. 60ന്റെ മൾട്ടിപ്പിൾസിനെ മാത്രമേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. 60ന്റെ മൾട്ടിപ്പിൾസിനെ മാത്രമേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാ. അഥവാ 120 ഡിഗ്രി എവിടാണെന്ന് കണ്ടുപിടിക്കാൻ പോവാ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? കോമ്പസിനെ എടുത്തുകൊണ്ട് എന്ന് പുതിയ പോയിന്റിൽ വെക്കുന്നു. നമുക്ക് നോക്കാം നമ്മൾ കറക്റ്റ് ആയിട്ടാണോ വെച്ചതെന്ന്. അല്ല. ഓക്കെ, പുതിയ പോയിന്റിൽ വെച്ചു. ദെൻ പഴയ പരിപാടി തന്നെ എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കാൻ പോവാ. മെഷർമെന്റ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല. ആർക്ക് വരച്ചു. കോമ്പസ് മാറ്റി വെക്കുക. ഇത് കണക്ട് ചെയ്യുക. ഇതെത്ര? ഇതും ഒരു 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊരു 60 ഡിഗ്രിയാണ്, ഇതൊരു 60 ഡിഗ്രിയാണ്. അതായത് മൊത്തം 120 ഡിഗ്രിയായി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും മക്കളെ? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് 120 ഡിഗ്രിയാണ്, ഇത് വന്ന് 60 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ എവിടാ? 120നും 60നും കൃത്യം നടുക്കാണ് അല്ലേ? 120ന്റെ 60ന്റെ കൃത്യം സെന്ററിലാണ്. അതായത് ഇതിനൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരുന്നു? ആലോചിച്ച് നോക്ക്. അത് തന്നെ, കോമ്പസിന്റെ വലിപ്പം ഒരു അല്പം അങ്ങോട്ട് കൂട്ടി വെക്കും. കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കുകയല്ലോ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തുകൊണ്ട് പോയി ആദ്യം ഈ എൻഡിൽ പോയിന്റ് ചെയ്തു. നമുക്ക് പോയിന്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. കുഴപ്പമില്ല മക്കളെ. ഒരു പോയിന്റ് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മൊത്തം തെറ്റും കേട്ടോ.
എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? ആർക്ക് വരയ്ക്കാൻ പോവാണേ. ബാ, എവിടൊക്കെ വരയ്ക്കണം ആർക്ക്? 2 ഡയറക്ഷനിൽ വരയ്ക്കണം. ഇതേ മുകളിൽ വരച്ചു, ദെൻ താഴെ വരയ്ക്കാം. താഴെ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇപ്പറേ എൻഡിൽ 120 കൊണ്ടുവന്ന് വെക്കണം അല്ലെ? 120 കൊണ്ടുവെക്കാം. 120 വെച്ചു. കറക്റ്റ് ആണോ വെച്ചത് നോക്ക്. അതെ, 120 വെച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം? ആർക്കിനെ കട്ട് ചെയ്യണം. വാ, നമുക്ക് അത് താഴത്തെ അങ്ങ് കട്ട് ചെയ്തേക്കാം. താഴെ കട്ട് ചെയ്തു. ദെൻ ഇവിടെ കട്ട് ചെയ്യണം, മുകളിലും കട്ട് ചെയ്യണം. മുകളിലും കട്ട് ചെയ്തു. മക്കളെ നോക്കിക്കട, 2 പോയിന്റ് കിട്ടിയില്ലേ? ഈ 2 പോയിന്റിനെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തേ. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുക കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ വരച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. സോറി, ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന ലൈൻ എന്റെ ബെൻഡ് ആയി പോയത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിലൊന്നും ഒരു മിസ്റ്റേക്ക് ഇല്ല. ഒരു ലേശം പോയിന്റ് ഇങ്ങോട്ട് മാറിയുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സ്കെയിൽ എടുത്ത് വെച്ച് ഞാൻ വരയ്ക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ല. നമുക്കൊരു സ്കെയിൽ എടുത്ത് വെച്ച് അങ്ങോട്ട്, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കണേ. ഓക്കെ, അപ്പോ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഓക്കെ, സ്കെയിൽ എടുത്തു. സ്കെയിൽ ഇത്തിരി വലുതാക്കിയിട്ട് കണക്ട് ചെയ്യാൻ ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. സ്കെയിൽ ആ 2 പോയിന്റിലും സ്കെയിൽ വെച്ചു, എന്നിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, കണക്ട് ചെയ്തു. സ്കെയിൽ മാറ്റുവാണ്. പ്രൊട്രാക്ടർ എടുത്തോണ്ടോന്ന് ചുമ്മാ മെഷർ ചെയ്ത് നോക്കിക്കേ, കറക്റ്റ് ആണോന്ന്. കണ്ടോ, 90 ഡിഗ്രി എന്ന് പറയുന്ന ആ ലൈനെ കൂടെ തന്നെ പോയേക്കുന്നുണ്ടോ? അത് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ റെഡ് ലൈൻ പോയേക്കുന്ന എവിടെ? 90 ഡിഗ്രിയുടെ ലൈനെ കൂടെ തന്നെയല്ലേ പോയേക്കുന്നേ. കണ്ടേ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈൻ, ഒരു ലേശം പോയിന്റ് മാറിയിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ, ഇവിടെ ശരിയായപ്പോൾ മുകളിൽ നോക്ക്, വന്ന് 90 ഡിഗ്രി കൂടെ പോയി. അപ്പൊ നമ്മൾ വരച്ചത് ഏതാ? 90 ഡിഗ്രിയാണ്. മക്കളെ പ്രൊസീജിയർ മനസ്സിലായോടാ? എങ്ങനെയാ ചെയ്യുന്നേ? ആലോചിച്ച് നോക്ക്. നമ്മള് ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. മിസ് റഫായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം ഒരു പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. 60 ആൻഡ് 60ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 120, 180 അതുപോലുള്ളവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ സെമി സർക്കിൾ വരച്ച് അതേ റേഡിയസ് യൂസ് ചെയ്ത് ഇവിടെ പോയിന്റ് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കുക. അത് കട്ട് ചെയ്യുന്ന പോയിന്റിനെയും സെന്ററിനെയും കൂടെ കണക്ട് ചെയ്താൽ ഒരു 60 ഡിഗ്രി കിട്ടും. അപ്പൊ 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ അത്രയും മതി. ഇനി 120 ആണെങ്കിലോ, ഇവിടെ പോയിന്റ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ വരക്കുക. അപ്പൊ കിട്ടുന്ന പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക. ഇതും ഒരു 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 60 കൂടെ ചേർന്ന് എത്രയായി? 120 ആയി. ഇനി 180 വരയ്ക്കാൻ പറഞ്ഞാലോ, ഇവിടെ പോയിന്റ് ചെയ്തുകൊണ്ട് ഒരെണ്ണം വരക്കുക, കിട്ടുന്നതുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ 60 എത്രയായി? 180 ആയി. ഇനി 30 ആണ് ചോദ്യമെങ്കിലോ, 30 എന്ന് പറഞ്ഞാൽ ഇത് 60 ഡിഗ്രിയാണ്, ഇത് 0 ഡിഗ്രിയാണ്. 0ന്റെയും 60ന്റെയും കൃത്യം നടുക്കാണ് 30, അല്ലേ? അതായത് 30 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞു. എങ്ങനെയാ കൃത്യം സെന്റർ ആണോന്ന് അറിയുന്നേ? 90 എന്ന് പറഞ്ഞാൽ 120യുടെയും 60യുടെയും മിഡിലാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായത്? ഇവരെ തമ്മിൽ ആഡ് ചെയ്ത് പകുതി എടുക്ക്. ആഡ് ചെയ്യുമ്പോൾ 180യുടെ പകുതി എത്ര? 90. അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഇത് 0 ഡിഗ്രിയാണ്,
ഇത് 60 ഡിഗ്രി ആണ്. ഇതിന്റെ മിഡ് പോയിന്റ് ഏതാ? 0 + 60/2 എത്ര? 60/2 അഥവാ 30 ഡിഗ്രി. അങ്ങനെ മനസ്സിലാക്കിയത് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ കോമ്പസ് ഇരിക്കുന്ന മെഷർമെന്റ് കുറച്ചുകൂടി വലുതാക്കുക. ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് മുകളിലും താഴെയും ഓരോ ആർക്ക്, ദെൻ ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് മുകളിലും താഴെയും ഓരോ ആർക്ക്, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. അത് സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി. ഇനി 90 ഡിഗ്രി ആണല്ലോ. 90 എന്ന് പറഞ്ഞാൽ 60ക്കും 120ക്കും ഇടയിലാണ്. അപ്പോൾ ഇവർക്ക് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ കിട്ടുന്നതായിരിക്കും എന്ത്? 90 ഡിഗ്രി. മക്കളെ, ആംഗിൾസ് വരയ്ക്കാൻ മനസ്സിലായോ? നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ ഒക്കെയാ ബേസിക്. അത് വേണമെങ്കിൽ എന്ത് വേണം? ഈ പരിപാടി അറിഞ്ഞിരിക്കണം. അപ്പൊ മക്കളെ, ആംഗിൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.